ഈ ഒരു വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫിസിക്സിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് എന്ന പാഠഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. പഴയ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയായിരുന്നു അളന്നിരുന്നത്? ഏതെല്ലാം അളവ് രീതികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്? നോക്കാം. ഹൈറ്റ് അളക്കാനും ലെങ്ത് അളക്കാനും ഒരേ രീതിയാണോ ഉപയോഗിച്ചിരുന്നത്? ഹൈറ്റ് അളക്കാനും ലെങ്ത് അളക്കാനും ഒരേ യൂണിറ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഏതെല്ലാം യൂണിറ്റുകളാണ് നമ്മൾ ഓരോ അളവിന് വേണ്ടിയും ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെയിറ്റ് അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന യൂണിറ്റും അതേപോലെ ലെങ്ത് അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന യൂണിറ്റും വേറെയാണ്. നമുക്കറിയാലേ, നമ്മൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ചില സ്കൂള് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളുകളിലേക്കുള്ള യൂണിഫോം വിതരണം സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ യൂണിഫോമിന് വേണ്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അളന്ന് തരുന്നത്. മീറ്റർ, സെൻറ്റിമീറ്റർ, അങ്ങനെ ആ രീതിയിലാണ് നിങ്ങൾക്ക് അളന്ന് തരുന്നത്. അതേപോലെയാണോ നമ്മൾ പലചരക്ക് കടകളിൽ ചെന്നിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അളന്ന് തരുന്നത്? അതിനുപയോഗിക്കുന്ന യൂണിറ്റ് വേറെ തന്നെയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പുവിൻ്റെ വീട്ടിൽ നിന്നും അമ്മുവിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം അത് നമുക്ക് നോക്കാം. അപ്പുവിൻ്റെ വീട്ടിൽ നിന്നും അമ്മുവിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം. എൻ്റെ കയ്യിലൊരു പേനയാണുള്ളത്. ഈ പേന വെച്ചിട്ട് ഞാൻ അളന്നാൽ ശരിയാവുമോ? പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് വാര, ഫീറ്റ് അല്ലെങ്കിൽ അടി, ചാൺ, മുഴം, ഈ 4 യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് 4ഉം ഉപയോഗിക്കുന്ന സമയത്ത് വ്യത്യസ്ത അളവുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 4 അളവുകോലുകൾ ഉപയോഗിക്കുമ്പോഴും വ്യത്യസ്ത അളവുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് മുഴം എന്ന് പറയുന്നത് ഇവിടുന്ന് അല്ലേ, നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഈ വിരൽ മുതൽ ഈ മുട്ട് വരെയുള്ള ഒരു ഏരിയയ്ക്കാണ് നമ്മൾ ഒരു മുഴം എന്ന് പറയുന്നത്. അപ്പം വലിയ കൈയുള്ളവരും ചെറിയ കൈയുള്ളവരൊക്കെ ഉണ്ടാവും നമുക്ക് മുല്ലപ്പൂ വാങ്ങിക്കുന്ന സ്ഥലത്ത്. അപ്പം അവരുടെ കൈ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് മുല്ലപ്പൂവേ കിട്ടുള്ളൂ. അവരുടെ കൈയുടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കിട്ടും അല്ലേ? അപ്പോൾ അത് ശരിയാവും. അതേപോലെ തന്നെ വാര, അതേപോലെ തന്നെ ഫീറ്റ് അടി എന്ന് പറയുന്നത് നമ്മൾ കാലിന്, അതായത് ഇവിടെ നോക്കൂ, ഈ കാലിൻ്റെ അളവ്, എല്ലാവരുടെ കാലിൻ്റെ അളവ് ഇതേപോലെ ആയിരിക്കും. ഇവിടം മുതൽ ഇവിടം വരെയാണ് ഈ കാലിൻ്റെ അളവിരിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെ കാലും ഇങ്ങനെ ആയിരിക്കുമോ? ഇത്രയും ലെങ്ത്തും ഇത്രയും വീതിയൊക്കെ ഉണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ എല്ലാവർക്കും അംഗീകൃതമായിട്ടുള്ള ഒരു അളവ് കോലിൻ്റെ അത്യാവശ്യം വന്നിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് അളവ് കോലാണ് നമ്മൾ ഉപയോഗിക്കുക? ഏത് യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഏത് യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുക? ലെങ്ത് അളക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ലെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അളവിൽ കൃത്യത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് തരം യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്? നോക്കിയാലോ, നമ്മൾ മുല്ലപ്പൂ എല്ലാം അളക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴും ചിലരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴാണ്. വാര എന്ന് പറയുന്നത് 3 അടിയൊക്കെയാണ് വാര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ചാൺ എന്ന് പറയുന്നത് ഈ ചെറിയ വിരൽ മുതൽ ഈ വിരൽ വരെ ഇങ്ങനെ അളക്കൂലേ നമ്മൾ? ഇപ്പോൾ ഞാൻ പഴയ കാലത്ത് നമ്മൾ ഇപ്പോഴും ചിലരൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അളവിനെ കുറിച്ചാണ് പറഞ്ഞത്. മുഴം, ചാൺ, വാര, അടി, ഇത്രയും യൂണിറ്റുകൾ പരിചയപ്പെടുത്തിയില്ലേ? ഇത് 4ലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? എല്ലാവരുടെ കൈയുടെ അകലവും ഒരുപോലെയാണോ ഇരിക്കുന്നത്? എല്ലാവരുടെ കാൽപാദങ്ങളുടെ നീളവും ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഒരേ അളവായിരിക്കുമോ? അല്ല. അപ്പൊ വ്യത്യസ്ത അളവുകൾ കിട്ടാനാണ് സാധ്യത. അപ്പൊ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു അളവ് നമുക്ക് കിട്ടില്ല. അപ്പൊ കറക്റ്റ് അളവ് നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ള അളവ് കിട്ടണം. അതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ള യൂണിറ്റ് കൂടിയേ തീരും. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കെയില്. നമ്മൾ സ്കെയിൽ ഉപയോഗിക്കാറില്ലേ? നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഒരു കുഞ്ഞു സ്കെയിൽ ഉണ്ട് അല്ലേ? 15 സെന്റിമീറ്ററോ അല്ലെ 30 സെന്റിമീറ്ററോ നീളമുള്ള സ്കെയിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ നീളത്തിൽ വേറെ സ്റ്റീലിൻ്റെ ഒരു സ്കെയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ.
അപ്പം അത്തരത്തിലുള്ള സ്കെയിലുകളാണ് നമുക്ക് എപ്പോഴും നല്ലത്, കറക്റ്റ് അളവ് കിട്ടുന്നതിന്. അങ്ങനെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അളവ് രൂപം തന്നെ നമുക്ക് വേണം. അതാണ് നമ്മുടെ സ്കെയിൽ. ഇനി നോക്കൂ, വ്യത്യസ്ത രീതിയിലുള്ള ലെങ്ത്ത് നമ്മൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താ പറഞ്ഞത്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. നമ്മൾ ദൂരം അളക്കുന്നതിന് വേണ്ടി നമ്മൾ കിലോമീറ്റർ ഉപയോഗിക്കും. ചെറിയ ചെറിയ അളവുകൾക്കൊക്കെ നമ്മൾ സെൻറ്റിമീറ്റർ ഉപയോഗിക്കും. എന്നാൽ കുറച്ച് കൂടുതലുള്ളതിന് നമ്മൾ മീറ്റർ ഉപയോഗിക്കും. ഏറ്റവും ചെറുതല്ല, ഏകദേശം സെൻറ്റിമീറ്ററിൻ്റെ തൊട്ട് താഴെ ഉള്ളതിന് നമ്മൾ മില്ലിമീറ്റർ ഉപയോഗിക്കും. തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യും? മൈക്രോമീറ്റർ ഉപയോഗിക്കും. അതിൻ്റെ താഴെ വരുന്നതാണ് എന്താണ്? നാനോമീറ്റർ. അപ്പോൾ ഇത്രയും സ്കെയിലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇത്രയും സ്കെയിലുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു? കിലോമീറ്റർ, മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? നാനോമീറ്റർ. ഓക്കെ, നമുക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം കണക്കാക്കാൻ നിങ്ങളോട് പറയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള ദൂരം മീറ്റർ പറയുകയാണെങ്കിൽ 2250 മീറ്റർ, 2250 മീറ്ററാണ് പറയുന്നത്. അപ്പം നമ്മൾ മീറ്ററിൽ നമ്മൾ ദൂരം കാൽക്കുലേഷൻ നടത്താറില്ല സാധാരണ, നമ്മൾ കിലോമീറ്ററിലേക്ക് മാറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ മീറ്റർ 2250 നമ്മൾ കിലോമീറ്ററിലേക്ക് മാറ്റുന്നത്? എങ്ങനെയായിരിക്കും? 2250 ഡിവൈഡഡ് ബൈ 1000 അല്ലേ? 1000. 2250 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്ററാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ചെയ്തു നോക്കണേ. ഇനി 1 കിലോമീറ്റർ, അടുത്തത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? 1000 മീറ്ററാണ് എന്ത്? 1 കിലോമീറ്റർ. 1000 മീറ്ററാണ് 1 കിലോമീറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുക. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഭാഗമാണ് ടീച്ചർ പറഞ്ഞു തന്നത്. മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റിൽ നിന്നുള്ള ഏതാനും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറഞ്ഞു തന്നത്. ഏതൊക്കെയായിരുന്നു? മെഷർമെൻറ്റിൽ വരുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മെഷർമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് വരുന്ന പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മെഷർമെൻറ്റും ഈ കാലത്ത് ഉപയോഗിക്കുന്ന മെഷർമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? നിങ്ങൾക്കറിയാലേ. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മെഷർമെൻറ്റ് വാര, അടി, മുഴം, ചാൺ എന്നിവയാണെങ്കിൽ ഇപ്പം നമ്മൾ എന്താണ്? നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ എന്ന രീതിയിലേക്ക് വന്നിട്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് അതിനെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണ്? ഈ വാര, ചാൺ എന്ന് പറയുന്നത് പോലെ നമ്മൾ മനുഷ്യരുടെ ഓരോ കൈകളും വ്യത്യസ്തമായിരിക്കും അല്ലേ? മനുഷ്യരിന് വ്യത്യസ്തരാണ്. പിന്നെയാണോ അവരുടെ ഓരോ കൈകളുടെ ലെങ്ത് ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ചാൺ എന്ന് പറയുമ്പം എൻ്റെ ഈ കൈയുടെ അളവായിരിക്കില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൈയുടെ അളവ്. അങ്ങനെ ആയിരിക്കുമോ? അല്ല. അപ്പം എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർമെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർമെൻ്റ് ആണ് എന്ത്? സ്കെയില് ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ കിലോമീറ്റർ, മീറ്റർ ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർമെൻ്റ് ആണ്. അപ്പം നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാം ലെങ്ത്ത് അളന്ന് നോക്കുന്നത്. ഓക്കെ, പിന്നെ ലെങ്ത്ത് അളക്കുന്നതിനുള്ള മെഷർമെൻറ്റ്സ് എല്ലാം തന്നു കഴിഞ്ഞിട്ട് അത് നിങ്ങളോട് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ എഴുതിയിരിക്കണം. അതും ടീച്ചർ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ചില കുട്ടികളൊക്കെ വന്ന് പറയുന്നത്, ടീച്ചർ ഈ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഇനി അങ്ങനെ പാടില്ല. നമുക്ക് ഏതൊരു ചാപ്റ്ററും ഈസിയായി കിട്ടണമെങ്കിൽ നിങ്ങളോട് ശ്രമിക്കണം. വേണ്ടേ? നമുക്ക് പഠിക്കാൻ ആഗ്രഹമില്ലാത്ത, ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. ഞാനും അങ്ങനെയായിരുന്നു. ഫിസിക്സിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് നമ്മളൊന്ന് ശരിക്കും വായിച്ചു നോക്കി നമുക്ക് ബാക്കി സോഴ്സസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫിസിക്സും എളുപ്പമാക്കാൻ പറ്റും. എന്തായാലും നമ്മൾ പഠിച്ചല്ലേ പറ്റൂ, അത് മസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു യൂണിറ്റിലേക്ക് കടക്കുന്നത് വരെ ബൈ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.